പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയൊരു സംഭവമാണ്. എന്താണെന്നറിയോ? എന്നെ സംബന്ധിച്ചോളം എനിക്ക് എപ്പം ബ്ലോഗ് ചെയ്യണം അപ്പം ബ്ലോഗ് ചെയ്യണം. അതിന് കാത്തിരിക്കാനൊന്നും സമയമില്ല. കാരണം അതിന് കാത്തിരുന്നാൽ പിന്നെ ജീവിതത്തിൽ ചെയ്യൂല. അപ്പം എനിക്ക് അതിന് സഹായിക്കുന്ന പുതിയൊരു ക്യാമറ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. മുമ്പ് ഞാൻ ഉപയോഗിച്ചതാണ്, 6 വർഷം ഞാൻ ഉപയോഗിച്ചതാണ്. അതിൻ്റെ മൈക്ക് പൊട്ടിയതിന് ശേഷം പുതിയ വേർഷൻ വാങ്ങുകയാണ്. ഏതാണെന്നൊന്ന് ഊഹിച്ച് നോക്കൂ. DJI Pocket 3 അൺബോക്സിങ് ചെയ്യുകയാണ് സഹോദരങ്ങളെ. മനോഹരമായ അൺബോക്സിങ് പ്രക്രിയയാണ്. മൈക്ക് ഇവിടെ ഓണാണ്. അൺബോക്സിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. IMA സ്റ്റുഡൻറ്റിനാണ് വാങ്ങിയത്. അവിടെ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു, EMIയിൽ വാങ്ങിയതാണ്. എന്തിനാണ് ഇപ്പോൾ ഇതിനൊക്കെ പൈസ കളയുന്നതെന്ന് എല്ലാവരും തോന്നുന്നു. നമ്മൾ ജീവിതത്തിൽ നമുക്ക് ചില വട്ടുകളൊക്കെ എല്ലാവർക്കും വേണം. എൻ്റെ വട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുക, ആ പഠിച്ചത് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ വട്ട്. ഓരോരുത്തർക്കും ഓരോ വട്ടുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ ഇത് നമ്മളിവിടെ തുറക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ക്യാമറ എത്തിയിരിക്കുന്ന സഹോദരങ്ങൾ. ഇതാണ് ക്യാമറ. അതിവിദഗ്ധമായിട്ടുള്ള DJI Osmo Pocket 3 എന്ന് പറയുന്ന ക്യാമറയാണ്. ഇതൊക്കെ നമ്മളിങ്ങോട്ട് ഇത് തുറക്കാൻ പോവുകയാണ്. ഇതിങ്ങനെ തുറക്കാൻ പോവുകയാണ്. മനോഹരമായ ഈ ക്യാമറ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ മൈക്കൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ഡോക്ടേഴ്സ് ഡേ പ്രമാണിച്ച് നമ്മൾ ഏതായാലും നമ്മളെ മീറ്റിംഗ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. അവിടെ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടക്കുന്നത്. ഇതാ നമ്മുടെ ക്യാമറ ഇവിടെ നിന്ന് ഉറക്കുകയാണ് സഹോദരങ്ങൾ. അവിടെ കുറച്ച് കേസ് വന്നിട്ടുണ്ട് എമർജൻസിക്ക്. ഏതായാലും ഞാൻ തുറക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മനോഹരമായിട്ടുള്ള നമ്മുടെ DJIയുടെ Osmo Pocket. ഇതിങ്ങനത്തെ ഒരു ബാഗിൽ പിടിച്ച് അങ്ങോട്ട് പോയാൽ അത്യാവശ്യം എല്ലാ സാധനമുണ്ട്. മെക്കാനിക്കൽ ഗിംബൽ ഉണ്ട് ഇതിനകത്ത്. തുറന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഇത്തിരി കുഞ്ഞനാണ് നമ്മുടെ ക്യാമറ. ഓക്കെ, എന്താ സുഖം നോക്ക്. ഇതിവിടെ നിന്ന് തുറന്നു കഴിഞ്ഞു. നമ്മൾ ഇംഗ്ലീഷ് ഭാഷ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞിക്കുട്ട എനിക്ക് എവിടെ നിന്ന് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാലും ഇത് മതി മക്കളെ. ഇത് വേറെ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട്. ക്രിയേറ്റർ കോംബോ ആണ് ഞാൻ വാങ്ങിയത്. ഇതിൻ്റെ കൂടെ ഒരു മൈക്ക് ഉണ്ട്. DJIയുടെ തന്നെ നമ്മളെ കൂടെ കിട്ടുന്ന ആ മൈക്ക് തന്നെയാണ് മക്കളെ. ഇത് നോക്കൂ, ഈ മൈക്കൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം 3 മൈക്കായി. ഓക്കെ, ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ മൈക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹായ് ഗൈസ്, സുഖല്ലേ? കണ്ടോ, എത്ര സുഖ കുഞ്ഞൻ. ഇത് ഗിംബൽ കൂടിയാണ് കേട്ടോ, സ്റ്റെബിലിറ്റി കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മറ്റൊരു സംഭവം എന്താണെന്ന് നോക്കാം. ഇവിടെ കിട്ടുന്നത് ഒരു ട്രൈപോഡ്. ഇത് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. മനോഹരമായൊരു ട്രൈപോഡ് ഉണ്ട് മക്കളെ. നോക്കൂ, ട്രൈപോഡ്. ഈ ട്രൈപോഡിൽ ഇതിങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ എവിടെയാണ് ഈ ട്രൈപോഡ് കുത്താനുള്ളൊരു ഓപ്ഷൻ? അത് ഇതിലെയാണ്. ഈ ഹാൻഡിൽ മേലാണ് ട്രൈപോഡ് കുത്താനുള്ള ഓപ്ഷൻ ഉള്ളത്. ഓക്കെ, ഈ ഹാൻഡിൽ മേൽ ട്രൈപോഡ് കുത്താനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നത്? പിന്നെ കിട്ടുന്നത് ഇതിൻ്റെ കൂടെ മറ്റൊരു സ്റ്റാൻഡുണ്ട് മക്കളെ. ട്രൈപോഡ് കുത്താൻ വേണ്ടി മാത്രമുള്ളൊരു സ്റ്റാൻഡുണ്ട്. കണ്ടോ, ഈ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു സ്റ്റാൻഡ്, ഇതാ ഇങ്ങനൊരു സ്റ്റാൻഡുണ്ട്. ഇനി വേണമെങ്കിൽ വേറൊരു സ്റ്റാൻഡുണ്ട്. ഇതൊരു എക്സ്ട്രാ ബാറ്ററിയാണ്. ഇതിവിടെ അങ്ങോട്ട് കുത്തിക്കഴിഞ്ഞാൽ നമുക്ക്, കണ്ടോ മക്കളൂ, ഇനി ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹലോ ഡിയർ ഗൈസ്, ഇതുണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ബാക്കിയൊക്കെ നമ്മൾ വീണ്ടും ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് റിവ്യൂ ഇട്ട് തരുന്നതാണ്. ഓക്കെ, ഇപ്പം ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, കുറച്ച് തമാശ രൂപത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും ഇതിൻ്റെ ബാക്ക് ബോക്സിൽ വേറെ എന്തൊക്കെ സാധനമുണ്ട്, എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടാണ്. ഇതിൻ്റെ ഒരു ബോക്സാണ്. നമുക്കിങ്ങനെ വെച്ച് നടക്കാൻ പറ്റിയ ഒരു ബോക്സാണിത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിൽ നമുക്കിതിങ്ങോട്ട് വെക്കാവുന്നതാണ്. എന്താ കണ്ടോ, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എങ്ങനെയാണെന്നുള്ളത് ഇനി പഠിക്കാൻ. ഇത് ബോക്സാട്ടോ, ഇതിൻ്റെ കൂടെയുള്ള അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ എന്താ ഉള്ളത് നോക്കാം നമുക്ക്. ഇതന്നെയുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു ലെൻസ് ഉണ്ടല്ലോ, അവിടെ പോയി ലെൻസ്. ഇതിൻ്റെ കൂടെ ഒരു ഇതാണ്, ലെൻസ് ഉണ്ട്. മനോഹരമായിട്ടുള്ള ലെൻസ് ഉണ്ട്.
ഒരു എക്സ്ട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. നോക്കൂ, ഇത് വൈഡ് ആംഗിൾ ലെൻസ് അല്ല, ഇത് ഇതിൻ്റെ കൂടാണ്. ഇത് കൊടുക്കാനുള്ള സാധനമുണ്ട്. പിന്നെ ഇതുണ്ട്. എവിടെയാണ് ലെൻസ്? കാണുന്നില്ലല്ലോ. ഇതാ, ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു എക്സ്ട്രാ ലെൻസാണ്. ഒരു എക്സ്ട്രാ ലെൻസുണ്ട്. ഇതാ കണ്ടോ, ഞാൻ ഇപ്പോൾ തുറക്കുന്നില്ല, അത് ക്ലീൻ ആക്കാനുള്ളതാണ്. ഇതിൽ എക്സ്ട്രാ ലെൻസാണ്. ഇതാണ് ഇതിൻ്റെ ഫിറ്റ് ചെയ്യുന്ന എക്സ്ട്രാ ലെൻസ്. വൈഡ് ആംഗിളിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വെക്കും. ശരിക്കും പറഞ്ഞാൽ അതിഗംഭീരം. നമ്മളിതിങ്ങനെ കുറേ സാധനം പിടിച്ച് നടക്കണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇത് USB-C അഡാപ്റ്റർ ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ വളരെ സന്തോഷവാനാണ് ഏതായാലും ഇത് കിട്ടിയതിൽ.